മാസപ്പടി അന്വേഷണത്തിൽ SFIO തുടരന്വേഷണം തടയണം അല്ലെങ്കിൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMR ഡൽഹി ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. SK ഹാജരാവുന്ന കപിൽ സിബലാണ്. അവരുടെ അനുവാദമില്ലാതെ വിചാരണ നടപടികൾ തുടങ്ങരുത്, അല്ലെങ്കിൽ വിചാരണ നടപടി കോടതി അനുവാദമില്ലാതെ തുടങ്ങരുത് എന്നാവശ്യപ്പെട്ടാണ് ഹർജി. അപ്പൊ അതിന്റെ വിവരങ്ങൾ വിനിത വിജയിരുന്നത്. വിനിത, വെൽക്കം ടു ഒറ്റപ്പാലം. ഗുഡ് മോർണിംഗ്. അതെ. അപ്പോ വിനിത, ഇതെന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ചാർജ് ഷീറ്റൊക്കെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. നേരത്തെ സമർപ്പിച്ച ഹർജി അതോടുകൂടി ഏതാണ്ട് ഇൻഫ്രക്ചസ് എന്ന് ഈ അഭിഭാഷക ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാവും. അപ്പൊ എന്താണ് ഇവരുടെ CMRന്റെ പ്രതീക്ഷ കപിൽ സിബലിലൂടെ? വെരി ഗുഡ് മോർണിംഗ് SK ഹാഷ്മി ക്രിസ്റ്റീന. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കപിൽ സിബലാണ് ഇന്ന് CMRന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. ഉച്ചയ്ക്ക് 2:30 ഈ കേസിന്റെ വാദം ആരംഭിക്കും. കഴിഞ്ഞ ദിവസവും ഈ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് ഈ കേസ് പരിഗണിക്കാമെന്നായിരുന്നു ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മാസപ്പടി കേസിൽ SFIയുടെ അന്വേഷണത്തിന് എതിരെയാണ് CMRL ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ അന്വേഷണം നടത്തരുതെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെയും ഈ കഴിഞ്ഞ ദിവസവും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും SFIക്കും കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഹർജി സമർപ്പിക്കുന്നതിന് മുന്നായി ഈ നോട്ടീസിന് മറുപടി നൽകണമെന്നും അവർ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി നിലനിൽക്കെയാണ് CMRL മറ്റൊരു ഹർജി കൂടി ഇന്ന് നൽകിയിരിക്കുന്നത്. ഈ 2 ഹർജികളും ഇന്ന് ഒന്നിച്ച് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ വിചാരണ തുടങ്ങരുതെന്നും ഈ SFIO അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ എന്നും ഇത് കേന്ദ്രം ഇത് സംബന്ധിച്ചൊരു മറുപടി നൽകണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 ഈ ഹർജിയിന്മേൽ വാദമുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹഷ്മി.